ദിനോസറുകൾ ഇന്ത്യയിൽ മനുഷ്യരുമായി സഹവസിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വാധീനം ആഴത്തിലുള്ളതും സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവും രാഷ്ട്രീയവുമായ ചലനാത്മകത ഉൾപ്പെടെ ജീവിതത്തിന്റെ നിരവധി വശങ്ങളെ റീഷേപ്പ് ചെയ്യുന്നതായിരിക്കും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഭൂമിയെ ഭരിച്ചിരുന്ന ജീവികളെ ഇന്ത്യ പോലുള്ള ജനസാന്ദ്രതയുള്ള രാജ്യത്തേക്ക് വീണ്ടും അവതരിപ്പിക്കുന്നത് നിരവധി വെല്ലുവിളികൾക്ക് കാരണമാകും. അത്തരമൊരു സാഹചര്യത്തിന്റെ ബഹുമുഖ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു പര്യവേക്ഷണമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. ദിനോസറുകൾ അവയുടെ വലിപ്പം, ഭക്ഷണക്രമം, പെരുമാറ്റ സവിശേഷതകൾ എന്നിവയെ ആശ്രയിച്ച് പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. മാംസഭോജികളായ ദിനോസറുകൾ പല മൃഗ സ്പീഷീസുകൾക്കും ഉടനടി ഭീഷണി ഉയർത്തുകയും അവയിൽ ചിലത് വംശനാശത്തിന്റെ വക്കിലേക്ക് നയിക്കുകയും ചെയ്യും. മറുവശത്ത് സസ്യഭുക്കുകളായ ദിനോസറുകൾക്ക് സസ്യജീവിതത്തെ നശിപ്പിക്കാനും ഭക്ഷ്യശൃംഖലകളെ തടസ്സപ്പെടുത്താനും കൂടുതൽ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ ജീവികളുടെ സാന്നിധ്യം അനിവാര്യമായും ആവാസ വ്യവസ്ഥയുടെ നാശത്തിലേക്കും ജൈവവൈവിധ്യ നഷ്ടത്തിലേക്കും നയിക്കും. കാരണം തദ്ദേശീയ ജീവിവർഗങ്ങൾ ഭക്ഷണത്തിനും വിഭവങ്ങൾക്കുമായി അവരുടെ പുരാതന എതിരാളികളുമായി മത്സരിക്കാൻ പാടുപെട്ടേക്കാം. കാർഷിക സമ്പദ് വ്യവസ്ഥയുള്ള ഇന്ത്യ ഫലഭൂയിഷ്ഠമായ ഭൂമിയെ വളരെയധികം ആശ്രയിക്കുന്നു. സോരോപോഡുകൾ പോലുള്ള വലിയ സസ്യഭുക്കുകളുടെ വരവ് കാർഷിക രീതികളെ സാരമായി ബാധിക്കും. ഈ ദിനോസറുകൾക്ക് വലിയ അളവിൽ സസ്യജാലങ്ങൾ ആവശ്യമായി വരും. ഇത് വിളകൾക്ക് വേണ്ടി മനുഷ്യരുമായി സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം. നൂതനമായ കാർഷിക സാങ്കേതിക വിദ്യകളോ ശക്തമായ സംരക്ഷണ നടപടികളോ വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ വലിയ ജീവികളിൽ നിന്ന് തങ്ങളുടെ വയലുകൾ സംരക്ഷിക്കുന്നതിനുള്ള വെല്ലുവിളി കർഷകർ നേരിടേണ്ടി വരും. ദിനോസറുകൾക്കും തങ്ങൾക്കും ഭക്ഷണം നൽകുന്നതിനായി മനുഷ്യർ കൂടുതൽ ഭൂമി ഒരുക്കുന്നതിനാൽ വനനശീകരണം ത്വരിതപ്പെടുത്തിയേക്കാം. ദിനോസറുകളുടെ വലിപ്പവും എണ്ണവും കാലാവസ്ഥ രീതികളിൽ അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സസ്യങ്ങളുടെ നാശത്തോടൊപ്പം അവയുടെ മെറ്റബോളിസം പ്രവർത്തനങ്ങളും കാർബൺ ചക്രങ്ങളിലെ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. സസ്യഭുക്കുകളായ ദിനോസറുകളിൽ നിന്ന് വർദ്ധിച്ച മീഥേൻ എമിഷൻ ആഗോള താപനത്തെ വർദ്ധിപ്പിക്കും. കൂടാതെ വലിയ ദിനോസറുകളുടെ ചലനത്തിന് ഭൂപ്രകൃതിയെ മാറ്റിമറിക്കാൻ കഴിയും. പുതിയ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ സൃഷ്ടിക്കുന്നു. ഇത് കാലക്രമേണ മണ്ണൊലിപ്പിലേക്കോ ജലനിരപ്പിലെ മാറ്റങ്ങളിലേക്കോ നയിച്ചേക്കാം. ഈ ഭീമൻ ജീവികളെ ഉൾക്കൊള്ളുന്നതിനോ സംരക്ഷിക്കുന്നതിനോ നഗരങ്ങൾ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. നഗരയിടങ്ങൾ ഒന്നുകിൽ കോട്ട കെട്ടിയ പരിധിയിലൂടെ ദിനോസറുകളുടെ പ്രവേശനം നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അവയുമായി സഹവർത്തിക്കുന്ന നഗരങ്ങൾ രൂപകൽപ്പന ചെയ്യുകയോ വേണം. മനുഷ്യരെയും ദിനോസറുകളെയും സുരക്ഷിതമായി നിലനിർത്താൻ വന്യജീവി സങ്കേതങ്ങൾ പോലെ ദിനോസർ സൗഹൃദ മേഖലകളുടെ നിർമ്മാണം ആവശ്യമായി വന്നേക്കാം. വലിയ ദിനോസറുകളുമായുള്ള ഇടപെടലുകളെ നേരിടാൻ ഉയർന്ന കെട്ടിടങ്ങൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും ശക്തിപ്പെടുത്തൽ ആവശ്യമാണ്. ദിനോസറുകൾ പതിവായി വരുന്ന പ്രദേശങ്ങളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്ത പുതിയ തരത്തിലുള്ള വാഹനങ്ങളോ റൂട്ടുകളോ ഉപയോഗിച്ച് ഗതാഗത സംവിധാനങ്ങളും പൊരുത്തപ്പെടേണ്ടതുണ്ട്. ലാർജ് പ്രെഡേറ്റേഴ്സായി സഹവസിക്കുന്നത് മനുഷ്യജീവിതത്തിന് പുതിയ അപകടങ്ങൾ സൃഷ്ടിക്കും. മാംസഭോജികളായ ദിനോസറുകളുടെ നിരന്തരമായ ആക്രമണത്തിന് മെച്ചപ്പെട്ട സുരക്ഷാ നടപടികൾ ആവശ്യമാണ്. പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സംവിധാനങ്ങൾ നമുക്കുള്ളതുപോലെ നഗരങ്ങൾക്കും പട്ടണങ്ങൾക്കും ദിനോസറുമായി ബന്ധപ്പെട്ട ഭീഷണികൾക്കായി ഇവാക്വേഷൻ പ്ലാൻസും മുന്നറിയിപ്പ് സംവിധാനങ്ങളും ആവശ്യമായി വന്നേക്കാം. ദിനോസറുകളുമായുള്ള ഏറ്റുമുട്ടലുകൾ മൂലമുണ്ടാകുന്ന പരിക്കുകൾ പൊതുജനാരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട്. കൂടാതെ ഈ അതുല്യമായ വെല്ലുവിളികളെ നേരിടാൻ പുതിയ ഡെഡിക്കേറ്റഡ് മെഡിക്കൽ മേഖലകൾ ഉയർന്നു വന്നേക്കാം. മനുഷ്യരുടെയും ദിനോസറുകളുടെയും കോ എക്സിസ്റ്റൻസിന് ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപ്രകൃതിയെ അടിസ്ഥാനപരമായി മാറ്റാൻ കഴിയും. പുരാണ കഥകളിലെ പ്രതീകാത്മക രൂപങ്ങളായോ കാണപ്പെടുന്ന ദിനോസറുകൾ മതപരമോ ആത്മീയവുമായ വിശ്വാസങ്ങളുമായി ബന്ധിപ്പിച്ചേക്കാം. സിനിമകൾ, സാഹിത്യം, കല എന്നിവ ദിനോസറുകളെ ഒരു ജനറൽ തീമായി ഉൾക്കൊള്ളും. മാനസികമായി അത്തരം ഭീമാകാരമായ ജീവികളുടെ സാന്നിധ്യം കാരണം മനുഷ്യർക്ക് ഉയർന്ന ആൻസൈറ്റി അനുഭവപ്പെടാം. അത്തരം വേട്ടക്കാരുമായുള്ള കോ എക്സിസ്റ്റൻസ് മനുഷ്യന്റെ പെരുമാറ്റത്തെ ബാധിച്ചേക്കാം. ഇത് ദൈനംദിന ദിനചര്യകൾ, യാത്രാശീലങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ എന്നിവയിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ദിനോസറുകളുടെ സാന്നിധ്യം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചരിത്രാതീതമായ കാലത്തെ ഈ ജീവികളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ദേശീയ പാർക്കുകളും ദിനോസർ റിസർവുകളും രാജ്യത്തിലുടനീളം വളരുകയും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗണ്യമായ ഉത്തേജനവും നൽകുകയും ചെയ്യും. ആഫ്രിക്കൻ വന്യജീവി പര്യടനങ്ങൾക്ക് സമാനമായി ദിനോസർ സഫാരികളുടെ ആഗോള ലക്ഷ്യസ്ഥാനമായി ഇന്ത്യ മാറിയേക്കാം. വിനോദസഞ്ചാര അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ദിനോസറുകളുടെ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ സാമ്പത്തിക വളർച്ച നേടുകയും ചെയ്യും. എന്നിരുന്നാലും സുരക്ഷാ ആശങ്കകൾ
ആശങ്കകളും നിയന്ത്രിത ടൂറുകളുടെ ആവശ്യകതയും ദുരന്തങ്ങൾ തടയുന്നതിന് നിർണായകമാണ്. മനുഷ്യരുടെയും ദിനോസറുകളുടെയും സഹവർത്തിത്വം ദിനോസർ വളർത്തൽ അല്ലെങ്കിൽ പ്രജനന പരിപാടികൾ പോലുള്ള പുതിയ വ്യവസായങ്ങൾക്ക് കാരണമാകും. പ്രത്യേക ചുറ്റുപാടുകൾ, തീറ്റ, വെറ്റിനറി സേവനങ്ങൾ മുതൽ ദിനോസറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഫാഷൻ അല്ലെങ്കിൽ വിനോദം പോലുള്ള കൂടുതൽ മാർക്കറ്റുകൾ വരെയുള്ള ദിനോസറുകളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകും. ഫോസിലുകൾ വിലപ്പെട്ടതായി തീരുകയും പാലിയന്റോളജിയിൽ വൈദഗ്ധ്യത്തിന് ആവശ്യം വർദ്ധിക്കുകയും ചെയ്യും. ബയോടെക്നോളജി ഗവേഷണ മേഖലകൾക്ക് ദിനോസറുകളിൽ നിന്ന് മെഡിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയ ആവശ്യങ്ങൾക്കായി DNA വേർതിരിച്ചെടുക്കാനുള്ള സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യാൻ കഴിയും. ഇത് ജനിതക ശാസ്ത്രത്തിലെ പുരോഗതിയിലേക്കും ക്ലോണിങ്ങിനെ കുറിച്ചുള്ള പുതിയ എത്തിക്കൽ ഡിബേറ്റ്സിലേക്കും നയിക്കുന്നു. വിനോദസഞ്ചാരവും പുതിയ വ്യവസായങ്ങളും അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ കൃഷി പോലുള്ള പരമ്പരാഗത മേഖലകളെ ബാധിക്കും. ഇതിനകം തന്നെ കാലാവസ്ഥാ വ്യതിയാനം, നഗരവൽക്കരണം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്ന കർഷകർ ദിനോസറുകളിൽ നിന്നുള്ള പുതിയ ഭീഷണികൾ നേരിടേണ്ടി വരും. സസ്യബുക്കുകളായ ദിനോസറുകൾ ഉണ്ടാക്കുന്ന വിളനാശം ഭക്ഷ്യക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും. മുഴുവൻ പ്രദേശങ്ങളും കൃഷിയിൽ നിന്ന് മറ്റു ഉപജീവന മാർഗങ്ങളിലേക്ക് മാറേണ്ടതായി വരും. കന്നുകാലികൾക്കും അപകട സാധ്യത ഉണ്ടാകും. അവയുടെ സംരക്ഷണ നടപടികളിൽ വിപുലമായ നിക്ഷേപം അല്ലെങ്കിൽ പ്രജനന രീതിയിൽ മാറ്റം ആവശ്യമാണ്. ഇത് സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ചിലർ അതിജീവിക്കാൻ പാടുപെടുമ്പോൾ മറ്റു ചിലർ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ദിനോസറുകളുടെ സംരക്ഷണവും പരിപാലനവും സംബന്ധിച്ച് സർക്കാരുകൾ വ്യക്തമായ നിയന്ത്രണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്ന നിലവിലെ നിയമങ്ങൾ പോലെ പുതിയ നിയമ ചട്ടക്കൂടുകൾ മനുഷ്യ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ ദിനോസറുകളുടെ അവകാശങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ദിനോസറുകളിലെ സംരക്ഷിത വന്യജീവികളായോ ക്ഷുദ്രജീവികളായോ ആണോ കണക്കാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നുവരും. പല്ലുകൾ, നഖങ്ങൾ അല്ലെങ്കിൽ എല്ലുകൾ പോലുള്ള വിലയേറിയ ഭാഗങ്ങൾക്കായി ചില ഇനങ്ങളെ വേട്ടയാടിയേക്കാമെന്നതിനാൽ വേട്ടയാടൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കേണ്ടതുണ്ട്. ദിനോസറുകളുമായി സഹവർത്തിത്വം പുലർത്തുന്നതിനുള്ള ഇന്ത്യയുടെ സമീപനം മറ്റ് രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായി മാറുകയും ആഗോള നയതന്ത്രത്തെയും വ്യാപാര ബന്ധങ്ങളെയും ബാധിക്കുകയും ചെയ്യും. ദിനോസറുകളുള്ള രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര ഗവേഷണ ശ്രമങ്ങളിൽ സഹകരിക്കാം. ഇത് ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കൈമാറ്റത്തിലേക്ക് നയിക്കുന്നു. മറുവശത്ത് ദിനോസറുകളുടെ അതിർത്തി കടന്നുള്ള ചലനത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് അവ കുടിയേറുകയോ കരിഞ്ചന്ത വ്യാപാരം പോലുള്ള നിയമവിരുദ്ധ ആവശ്യങ്ങൾക്കോ സംഘർഷങ്ങളിൽ ജൈവ ആയുധങ്ങളായി പോലും ഉപയോഗിക്കുകയോ ചെയ്താൽ. ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പുതിയ കൺവെൻഷനുകളിലൂടെയും ഉടമ്പടികളിലൂടെയും ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ദിനോസറുകളുടെ നിലനിൽപ്പ് ഭൂമി അവകാശങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തും. പ്രത്യേകിച്ച് തദ്ദേശീയ സമൂഹങ്ങൾക്കോ ഉയർന്ന ദിനോസർ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകൾക്കോ ദിനോസർ വാസസ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സർക്കാർ ഭൂമി പിടിച്ചെടുക്കുകയും ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യുന്നത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങളിലേക്ക് നയിച്ചേക്കാം. പരിസ്ഥിതി പ്രവർത്തകർ ദിനോസറുകളുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ശ്രമിക്കും. അതേസമയം പ്രാദേശിക സമൂഹങ്ങൾ നഷ്ടപരിഹാരമോ ബദൽ ഉപജീവന മാർഗമോ ആവശ്യപ്പെടാം. ഇത് സംരക്ഷണ ശ്രമങ്ങളും മനുഷ്യാവകാശങ്ങളും തമ്മിലുള്ള പിരിമുറുക്കത്തിലേക്ക് നയിച്ചേക്കാം. ഇത് രണ്ടിന്റെയും ആവശ്യങ്ങൾ സന്തുലിതമാക്കാൻ സർക്കാരുകളെ നിർബന്ധിതരാക്കും. ദിനോസറുകളുടെ സഹവർത്തിത്വം അഭൂതപൂർവമായ ശാസ്ത്രീയ കൗതുകത്തിന് കാരണമാകും. ഒന്നിലധികം മേഖലകളിൽ വലിയ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യും. പാലിയന്റോളജിസ്റ്റുകൾ, ബയോളജിസ്റ്റുകൾ, ജനിതക ശാസ്ത്രജ്ഞർ എന്നിവർക്ക് ജീവനുള്ള ദിനോസറുകളെ കുറിച്ച് പഠിക്കാനും പരിണാമം, ശരീരശാസ്ത്രം, വംശനാശ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ച് ഉൾക്കാഴ്ച നേടാനും അവസരം ലഭിക്കും. ഇത് ജീവശാസ്ത്രത്തെയും ചരിത്രത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയെ വിപ്ലവകരമാക്കുകയും ബയോടെക്നോളജി, മെഡിസിൻ, കാലാവസ്ഥാ ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ദിനോസറുകളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം റോബോട്ടിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ പുരോഗതിയിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് ഈ ഭീമൻ ജീവികളുമായി ഇടപഴകാനോ കൈകാര്യം ചെയ്യാനോ കഴിവുള്ള സ്വയംഭരണ സംവിധാനങ്ങളുടെ വികസനത്തിൽ. ദിനോസറുകളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിലേക്ക് നയിക്കും. അനാവശ്യമായ ദോഷം വരുത്താതെ ദിനോസറുകളെ നിർവീര്യമാക്കാനോ തടയാനോ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത നൂതന നിരീക്ഷണ സംവിധാനങ്ങൾ, ഫെൻസിംഗ്, ആയുധങ്ങൾ എന്നിവയിൽ സർക്കാരുകൾ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. ഈ ഇന്നോവേഷൻസ് ദിനോസർ മാനേജ്മെന്റിനപ്പുറമുള്ള പ്രയോഗങ്ങൾ ഉണ്ടാകാം. ഇത് ദേശീയ സുരക്ഷയിലോ ദുരന്ത തയ്യാറെടുപ്പിലോ വിശാലമായ ഉപയോഗത്തിലേക്കോ നയിക്കുന്നു. ദിനോസറുകളുടെ ഭീഷണിയെ നേരിടാൻ സൈനിക സേനകൾക്ക് പരിശീലനം നൽകാം. ഈ ജീവികൾ ഉൾപ്പെടുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക യൂണിറ്റുകളോ സാങ്കേതിക വിദ്യകളോ സൃഷ്ടിക്കാം. ദിനോസറുകളുമായി സഹവർത്തിത്വം പുലർത്തേണ്ട ആവശ്യകത നഗരാസൂത്രണത്തിലും വാസ്തുവിദ്യയിലും ഇന്നോവേഷൻസിലേക്കും നയിക്കും. ദിനോസർ ഏറ്റുമുട്ടലുകൾ നേരിടാൻ കഴിവുള്ള ശക്തിപ്പെടുത്തിയ വസ്തുക്കൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും വലിയ ജീവികളുമായുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ നഗരങ്ങൾക്ക് ഭൂഗർഭ അല്ലെങ്കിൽ ഉയർന്ന ഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യും. ഹരിത സാങ്കേതിക വിദ്യകൾക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയും. പരിസ്ഥിതിക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ വരാതെ ദിനോസറുകളുടെ
ദിനോസറുകളുടെ പാരിസ്ഥിതിക ആഘാതം മനുഷ്യർ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വെർട്ടിക്കൽ ഫാമിംഗ്, പരിസ്ഥിതി സൗഹൃദ ചുറ്റുപാടുകൾ, സുസ്ഥിര ഊർജ്ജ സ്രോതസ്സുകൾ തുടങ്ങിയ ഇന്നോവേഷൻസ് ഭൂമിയുടെയും വിഭവങ്ങളുടെയും വർദ്ധിച്ച ആവശ്യം മൂലമുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. കടുവകളെയും ആനകളെയും പോലെ ഇന്ത്യൻ സംസ്കാരത്തിൽ ദിനോസറുകളും അതിവേഗം വേരൂന്നു. കല, സാഹിത്യം, സിനിമ, മതം എന്നിവയെ സ്വാധീനിക്കുന്ന ശക്തി, പ്രതിരോധം അല്ലെങ്കിൽ അപകടത്തിന്റെ പ്രതീകങ്ങളായി അവ മാറിയേക്കാം. ദിനോസറുകളോടുള്ള ആകർഷണം ഈ ജീവികളെ കേന്ദ്രീകരിച്ചുള്ള സിനിമകൾ, ടെലിവിഷൻ ഷോകൾ, തീം പാർക്കുകൾ തുടങ്ങിയ പുതിയ വിനോദ രൂപങ്ങൾക്ക് കാരണമാകും. ഇത് പുരാതന ഇന്ത്യൻ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും പുനരുജ്ജീവനത്തിലേക്ക് നയിച്ചേക്കാം. ദിനോസറുകളെ പുരാണ മൃഗങ്ങളുടെ ജീവനുള്ള രൂപങ്ങളായി പുനർവ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ദിനോസറുമായുള്ള സഹവർത്തിത്വം നിരവധി ധാർമ്മിക വൈരുദ്ധ്യങ്ങൾക്ക് കാരണമാകും. ദിനോസറുകളെ വന്യമൃഗങ്ങളായി കണക്കാക്കണമോ അതോ വളർത്തു മൃഗങ്ങളായി കണക്കാക്കണമോ? അവർക്ക് അവകാശങ്ങൾ ഉണ്ടായിരിക്കണമോ? ദോഷം വരുത്താതെ അവരെ എങ്ങനെ മനുഷ്യ സമൂഹവുമായി സംയോജിപ്പിക്കണം? വിനോദത്തിനും മൃഗശാലകൾക്കും ലേബർ പോലുള്ളതിന് ഉപയോഗിക്കുന്നത് പോലുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കുമായി ദിനോസറുകളെ ചൂഷണം ചെയ്യുന്നത് മൃഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തും. കൂടാതെ ദിനോസറുകളുടെ ക്ലോണിങ്ങിനോ ജനിതക പരിഷ്കരണത്തിനോ ഉള്ള സാധ്യത ധാർമ്മിക സംവാദത്തിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ചും മനുഷ്യർ അവരുടെ ജീവശാസ്ത്രത്തെ ലാഭത്തിനോ ശാസ്ത്രീയ കൗതുകത്തിനോ വേണ്ടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ. ദിനോസറുകളുമായി സഹവർത്തിത്വത്തിന് സുസ്ഥിരതയ്ക്കായി ഒരു ദീർഘകാല പദ്ധതി ആവശ്യമാണ്. പരിസ്ഥിതിക്കോ സമൂഹത്തിനോ കേടുപാടുകൾ വരുത്താതെ മനുഷ്യർക്കും ദിനോസറുകൾക്കും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ സർക്കാരുകളും ശാസ്ത്രജ്ഞരും സമൂഹങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ജനസംഖ്യാ നിയന്ത്രണം, ആവാസ വ്യവസ്ഥ, വിഭവ വിഹിതം എന്നിവയെക്കുറിച്ചുള്ള നയങ്ങൾ നിർണായകമാണ്. സാങ്കേതിക പരിഹാരങ്ങളിലൂടെയോ നിയമപരമായ ചട്ടക്കൂടുകളിലൂടെയോ സാമൂഹിക പൊരുത്തപ്പെടലുകളുടെയോ സമാധാനപരമായി സഹവർത്തിത്വത്തിനുള്ള വഴികൾ കണ്ടെത്തുന്നതിൽ മനുഷ്യന്റെ ചാതുര്യം ഒരു പ്രധാന പങ്ക് വഹിക്കും. ദിനോസറുകൾ ഇന്ത്യയിൽ മനുഷ്യരുമായി സഹവസിക്കുകയാണെങ്കിൽ ആഗോള പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അന്താരാഷ്ട്ര നയങ്ങളെയും സമ്പ്രദായങ്ങളെയും സ്വാധീനിച്ചുകൊണ്ട് ദിനോസർ ഗവേഷണം, സംരക്ഷണം, പരിപാലനം എന്നിവയിൽ ഇന്ത്യക്ക് ഒരു ലീഡർ ആകാൻ കഴിയും. ദിനോസറുകളുടെ ജനസംഖ്യയുള്ള മറ്റു രാജ്യങ്ങൾ മാർഗനിർദ്ദേശത്തിനായി ഇന്ത്യയിലേക്ക് ശ്രദ്ധ കൊടുത്തേക്കും. ഇത് ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ സഹകരണ ശ്രമങ്ങളിലേക്ക് നയിച്ചേക്കാം. ദിനോസറുകളുടെ സാന്നിധ്യം ആഗോള വിനോദസഞ്ചാരം, വ്യാപാരം, നയതന്ത്രം എന്നിവയെ പുനർനിർമ്മിക്കും. ഈ പുതിയ ചലനാത്മകതയിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിൽ മനുഷ്യരുടെയും ദിനോസറുകളുടെയും സഹവർത്തിത്വം രാജ്യത്തിന്റെ സമൂഹം, സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി, സംസ്കാരം എന്നിവയിൽ അഗാധവും ദൂരവ്യാപകവുമായ സ്വാധീനം ചെലുത്തും. മനുഷ്യ സുരക്ഷയ്ക്കുള്ള ഭീഷണികൾ, പരിസ്ഥിതി തകർച്ച, ധാർമ്മിക വൈരുദ്ധ്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക വളർച്ച, ശാസ്ത്രീയ പുരോഗതി, സാംസ്കാരിക സമ്പുഷ്ടീകരണം എന്നിവയ്ക്കുള്ള അവസരങ്ങളും ഉണ്ടാകും. അത്തരം സഹവർത്തിത്വത്തിന്റെ ഭാവി ഈ പുരാതന ജീവികളുമായി പൊരുത്തപ്പെടാനും നവീകരിക്കാനും ഐക്യം കണ്ടെത്താനുമുള്ള മനുഷ്യരാശിയുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോ ലൈക്കും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.